നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ് എന്ന് പലർക്കും അറിയില്ല. 14 കോടി അംഗങ്ങളാണ് BJPക്കുള്ളത്. രണ്ടാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവർക്ക് ഏതാണ്ട് 10-11 കോടി അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ പാർട്ടി അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവർക്ക് ഏതാണ്ട് 4 കോടി മാത്രമാണ് അംഗത്വമുള്ളത്. പിന്നെ അങ്ങോട്ട് പോയാൽ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികൾ മിക്കതും ഇന്ത്യയിൽ നിന്നാണ്. ആദ്യത്തെ 10 വലിയ പാർട്ടിയിൽ കോൺഗ്രസും DMKയും ഒക്കെ ഉണ്ടെന്ന് ഓർക്കണം. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയ BJP ഇന്ത്യയിൽ കഴിഞ്ഞ 46 വർഷം കൊണ്ട് എങ്ങനെയാണ് വേരുറപ്പിച്ചത് എന്ന് നോക്കിയാൽ വളരെ അതിശയകരമായി തോന്നാറുണ്ട്. ഓർക്കണം, ഈ ലിസ്റ്റിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളപ്പോൾ വെറും 46 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമാണ് BJPക്കുള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ ആകെയുള്ള 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 16 ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഭരിക്കുന്നത് കൂടി പരിശോധിച്ചാൽ അത് 20 മുകളിലേക്ക് പോകും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണം അവർ കഴിഞ്ഞ 12 വർഷമായി തുടരുകയാണ്. 2014 ചുമതലയേറ്റതാണ്. 2026 വരെ അവരുടെ നേതൃത്വത്തിനൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇനിയും ദീർഘകാലം BJP തന്നെയായിരിക്കും രാജ്യം ഭരിക്കുന്നത് എന്ന സൂചനകൾ വ്യക്തമായ രംഗത്തുണ്ട്. പ്രത്യേകിച്ച് മണ്ഡല പുനർവിഭജനവും വനിതാ സംവരണവും ഒക്കെ അവർ കൊണ്ടുവരുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം BJPയുടെ ഗെയിം പ്ലാൻ. കോൺഗ്രസ് പാർട്ടിക്ക് പാരമ്പര്യമായി കിട്ടിയ അധികാരം അവർ താലത്തിൽ വെച്ച് BJPക്ക് കൊടുത്തു. BJP അത് മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന സാഹചര്യമില്ല. അവരുടെ ഗെയിം പ്ലാൻ പരമ്പരാഗത രാഷ്ട്രീയ രീതിയിലല്ല. ഒരിക്കലും അധികാരം നഷ്ടപ്പെടാത്ത രീതിയിൽ BJP ഓരോ വർഷം ചെല്ലുംതോറും അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. BJPയോട് മല്ലിട്ട് ജയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വോട്ടിംഗ് യന്ത്രത്തെയൊക്കെ കുറ്റം പറഞ്ഞ് പ്രതിപക്ഷത്തിന് തടി തപ്പേണ്ടി വരുന്നത്. അവർ മറന്നുപോകുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ എന്തുകൊണ്ടാണ് വോട്ടിംഗ് യന്ത്രം പ്രവർത്തിക്കാത്തത് എന്ന ചോദ്യമാണ്. വാസ്തവത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്നു എന്ന സത്യം പലരും തിരിച്ചറിയുന്നില്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ആവട്ടെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളാവട്ടെ, അവർക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് ഉഷാറുണ്ടാവുന്നതും നീക്കങ്ങൾ നടത്തുന്നതും. എന്നാൽ BJP അങ്ങനെയല്ല. അവർ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവരുടെ പോളിസി എന്ന് പറയുന്നത് രാജ്യത്തെ മുഴുവൻ കീഴടക്കുക എന്നതാണ്. എത്ര വിമർശനങ്ങൾ കേട്ടാലും അവർ വകവെക്കില്ല. പുതിയ പുതിയ തന്ത്രങ്ങൾ അവർ കൊണ്ടുവരും. നോക്കൂ, കോൺഗ്രസിൻ്റെ പ്രസക്തി പതിയെ നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം അത് നഷ്ടപ്പെടുത്തിയപ്പോൾ BJPക്ക് ബദലായി ഒരു പ്രതിപക്ഷമായി വളർന്നു വരും എന്ന് നമ്മൾ കണക്കാക്കിയത് ആം ആദ്മി പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം കൊടുക്കുന്ന ആം ആദ്മി പാർട്ടിയെ. കോൺഗ്രസിന് ബദലായി ആം ആദ്മി പാർട്ടി വളർന്നു വന്നാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്ന് തിരിച്ചറിഞ്ഞ് BJP ആ പാർട്ടിയെ ഒതുക്കാനുള്ള തന്ത്രങ്ങൾ നേരത്തെ മെനഞ്ഞെടുത്തു. ആം ആദ്മി പാർട്ടി ഗുഡ് ഗവേണൻസിലും അഴിമതി രഹിത രാഷ്ട്രീയത്തിലും കേന്ദ്രീകരിച്ചു തുടങ്ങിയതാണ്. പ്രൊഫഷണലുകളായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ മുന്നണി പോരാളികൾ. സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചവർ, കോർപ്പറേറ്റ് കമ്പനികളിലെ CEO പദവിയിൽ ഇരുന്നവർ, ഇവരൊക്കെ ചേർന്ന് രാജ്യത്തിനൊരു പുതിയ ദിശാബോധം നൽകാൻ അഴിമതി രഹിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് രംഗത്ത് വന്നത്. എന്നാൽ ആ പാർട്ടിയുടെ ഉന്നത നേതാക്കളെ മുഴുവൻ അഴിമതി കേസിൽ ജയിലിലടച്ചാണ് BJP അതിനെ നേരിട്ടത്. ആ കേസ് നിലനിൽക്കില്ല എന്ന് വിചാരണ കോടതി പറയുമ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് അങ്ങനെയല്ല. ആ കേസ് നിലനിൽക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ആം ആദ്മി പാർട്ടിയുടെ സാധ്യതയുടെ മുനയൊടിക്കാൻ BJPക്ക് ആ നീക്കം വഴി കഴിഞ്ഞു എന്നത് സത്യമാണ്. ഇപ്പോഴത്തെ ദൗത്യം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ നെടുകെ പിളർത്തി അതിന് വലിയൊരു വിഭാഗത്തെ BJPയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇതിനു മുമ്പും ആപ്പിൽ പിളർപ്പുണ്ടായിട്ടുണ്ട്. പല നേതാക്കളും വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയവർ അരവിന്ദ് കെജ്രിവാളിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിളർപ്പ് അത്തരമൊരു പിളർപ്പല്ല. 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്നതുകൊണ്ട് ഏതാണ്ട് 10 MPമാരാണ് രാജ്യസഭയിലുള്ളത്. ആ 10-ൽ 7 പേരും ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നു. അതാണ് പറഞ്ഞത്, ഏതാണ്ട് ആപ്പിനെ പൂർണ്ണമായും BJPയിൽ ലയിപ്പിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. ഓർക്കണം, മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളും മനീഷ് സിസോദിയയും അടക്കമുള്ള നേതാക്കൾ ജയിലിൽ കിടന്നപ്പോൾ തന്നെ ആം ആദ്മി വിപ്ലവത്തിന് ഏതാണ്ട് അർത്ഥവിരാമമായിരുന്നു. അവർ തിരിച്ചു വന്ന് ആ വിപ്ലവത്തിന് വീണ്ടും ചൂട് പിടിപ്പിക്കുമെന്ന് കരുതുമ്പോൾ ആ പാർട്ടിയുടെ മുഖ്യ ഭാഗത്തെ തന്നെ അടർത്തിയെടുത്ത് BJPയിൽ ചേർത്തിരിക്കുകയാണ്. ഇതിന് ക്രോണോളജി നിങ്ങൾ നോക്കണം. രാഘവ് ഛദ്ദ എന്നു പേരുള്ള
ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ്. അദ്ദേഹം നിസ്സാരക്കാരനല്ല. വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പോയി ബിസിനസ് പഠിച്ച് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വലിയ സ്ട്രാറ്റജിസ്റ്റായി അരവിന്ദ് കെജ്രിവാളിനൊപ്പം കൂടിയതാണ്. കെജ്രിവാളിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയപ്പെട്ട ആളാണ്. പഞ്ചാബിൽ അധികാരം പിടിക്കാനുള്ള ചുമതല കെജ്രിവാൾ ഏൽപ്പിച്ചത് ചദ്ദയായിരുന്നു. ചദ്ദ പാർലമെന്റിൽ BJPയുടെ തോറ്റെങ്കിലും പിന്നീട് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം ഗുജറാത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ ആപ്പിന് കഴിഞ്ഞതും രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലായിരുന്നു. ചദ്ദ മുമ്പോട്ട് വയ്ക്കുന്നത് കോർപ്പറേറ്റ് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മികച്ച പ്രതീകമാണ്. അത്ര നിസ്സാരക്കാരനെയല്ല, പണിയില്ലാതെ എവിടെ നിന്നും കയറിക്കൂടിയ ആളല്ല. ചദ്ദ ഒരു ആധുനിക യുഗത്തിൻ്റെ പ്രതീകമാണ്. ആം ആദ്മി പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ, ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ നിർണായകമായ റോൾ എടുത്തയാളാണ് ചദ്ദ. ആ ചദ്ദ ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് പോരുകയല്ല ചെയ്തത്. ചദ്ദയെ കൃത്യമായി BJP ഉപയോഗിച്ചു. BJPക്ക് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. നോക്കൂ, ഇപ്പോൾ ബംഗാൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ BJP വലിയ നീക്കങ്ങളാണ് നടത്തിയത്. മമതയെ നമുക്കറിയാം, ആരെയും അടുപ്പിക്കാത്ത വീരശൂര പരാക്രമിയാണ്. അവർ പഠിച്ച പണി 18 നോക്കി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇക്കുറിയും അവർക്ക് തന്നെ ആവാം ഭരണം. പക്ഷേ അവരെ ഭയപ്പെടുത്തുന്ന തരത്തിൽ BJPയുടെ സാന്നിധ്യം തെളിയിക്കുമെന്ന് തീർച്ചയാണ്. ചിലപ്പോൾ BJPക്ക് ബംഗാളിൽ ഭരണം കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാനുള്ള ശ്രദ്ധയിലായിരുന്നു അവർ കഴിഞ്ഞ കുറേ കാലം. അതേതാണ്ട് പൂർത്തിയായി. അതിനുള്ളിൽ തന്നെ പഞ്ചാബിലേക്ക് കണ്ണുവെച്ചു. ഒരു സംസ്ഥാനത്തിൻ്റെ വലുപ്പമോ ആ സംസ്ഥാനത്തെ MP-മാരുടെ എണ്ണമോ ഒന്നുമല്ല, അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ BJPക്കുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ BJP പോക്കറ്റിലാക്കിയത് അതിൻ്റെ പ്രാധാന്യം കൊണ്ടല്ല, ആ MP-മാരുടെ പിന്തുണയുടെ പ്രസക്തി കൊണ്ടല്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് രാജ്യത്തിൽ നിർണായകമായ ചില പങ്കുണ്ട്. കാരണം ഭീകരവാദം ഏറ്റവും ശക്തമായി കടന്നു വരുന്ന ഒരു കോറിഡോറാണത്. കശ്മീരിനേക്കാൾ ഭയപ്പെടേണ്ട കോറിഡോറാണത്. അതുകൊണ്ടാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ BJP ആദ്യം പാട്ടിലാക്കിയത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് പഞ്ചാബും. ഇപ്പോൾ ബംഗാളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു, ബംഗാളിൽ അവർ മുന്നേറ്റം നേടുന്നു. അങ്ങനെ ചെയ്യുന്നതിനിടയിൽ തന്നെ പഞ്ചാബിന് വേണ്ടി അവർ ശ്രദ്ധപ്പെടുത്തി. കാരണം പഞ്ചാബിൽ ഖലിസ്ഥാൻ ഭീകരവാദികൾ ശക്തിപ്പെടുന്നു. ഖലിസ്ഥാൻ ഭീകരവാദികൾ ആശ്വാസത്തോടെയാണ് അവിടുത്തെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ കാണുന്നത്. ആം ആദ്മി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഖാലിസ്ഥാൻ ഭീകരവാദത്തിന് ശക്തി വീണ്ടും കൂടിയത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവർക്ക് പഞ്ചാബ് പിടിച്ചെടുക്കുക നിർണായകമായിരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പോലുള്ള അവസ്ഥയാണ് BJPക്ക് പഞ്ചാബിലുള്ളത്. കാരണം നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്ക് പച്ചതൊടാൻ കഴിയുന്നില്ല. പഠിച്ച പണി 18 നോക്കി, അകാലിദളുമായി സഖ്യത്തിലേർപ്പെട്ടു, പിന്നീട് ഭിന്നിച്ചു. പഞ്ചാബിൽ അവർക്ക് അകാലിദളിൻ്റെ ഒരു ജൂനിയർ പാർട്ണറായി തുടരേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായത്. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ കരുത്തനായ നേതാവ് അമരീന്ദർ സിംഗ് അടക്കം പലരെയും BJP ചാക്കിലാക്കി കൊണ്ടുവരുന്നത്. ഇപ്പോഴിതാ BJPയിലേക്ക് ചേർന്നിരിക്കുന്ന 7 ആപ്പ് MP-മാരിൽ 6 പേരും പഞ്ചാബികളാണ്. പഞ്ചാബിലെ ഏറ്റവും നിർണായകമായ റോള് വഹിക്കുന്ന സിഖുകാരടക്കമുള്ള പലരെയും BJPയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ ദൗത്യം രാഘവ് ചദ്ദയെ ഏൽപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം പഞ്ചാബിലേക്ക് എത്തിയ രാഘവ് ചദ്ദയുടെ ഇടപെടലുകൾ കൃത്യമായ ചില അജണ്ടയുടെ പുറത്താണെന്ന് ആം ആദ്മി പാർട്ടിക്ക് നേരത്തെ തന്നെ തോന്നി. അത്തരത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും കൃത്യമായ നിർദ്ദേശം കൊടുക്കുകയും പാർട്ടിയെ തന്നെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്തു എന്ന സംശയമുണ്ടായിരുന്നു. ഇതൊക്കെ കെജ്രിവാളും കൂട്ടരും തിരിച്ചറിഞ്ഞ് പിന്നീടാണ്. അപ്പോഴേക്കും കൈവിട്ടുപോയി. ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് ഘടകം ഏതാണ്ട് ചദ്ദയുടെ കയ്യിലായി. ഒടുവിൽ ചദ്ദയെ രാജ്യസഭാ ഉപാധ്യക്ഷ സ്ഥാനത്തുനിന്ന് മാറ്റുന്നു. ആം ആദ്മി പാർട്ടിയുടെ പ്രധാന പദവികളിൽ നിന്നൊക്കെ മാറ്റുന്നു. സുപ്രഭാതത്തിൽ ചദ്ദ 3-2 MP-മാരോടൊപ്പം BJPയിലേക്ക് ചേരുന്നു. അതുകൊണ്ട് അയോഗ്യരാക്കാനും കഴിയില്ല. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് 3-2 MP-മാർ പോന്നു കഴിഞ്ഞാൽ പിന്നെ അയോഗ്യതയും സാധ്യമല്ല. പഞ്ചാബിൽ BJP ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ബംഗാൾ കഴിഞ്ഞാൽ അവരുടെ അടുത്ത ലക്ഷ്യം പഞ്ചാബാണ്. ബംഗാളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. പഞ്ചാബിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും. ബംഗാൾ കഴിഞ്ഞ് വിശ്രമിക്കാൻ BJPക്ക് നേരമില്ല. ബംഗാൾ തീരുന്നതിന് മുൻപ് തന്നെ പഞ്ചാബ് ഓപ്പറേഷൻ പൂർത്തിയാക്കി. ബംഗാൾ തീർന്ന ഉടൻ തന്നെ പഞ്ചാബിൽ ഇറങ്ങിക്കളിക്കാൻ തീരുമാനിച്ചു. ഇതാണ് BJP. അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിഴുങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. ആം ആദ്മി പാർട്ടിയുടെ ബുദ്ധിയായി മറികടക്കുന്ന ബുദ്ധിയാണ് BJP പ്രയോഗിക്കുന്നത്. ഇങ്ങനെ എപ്പോഴും ഉണർന്നിരിക്കുന്ന മനസ്സോടുകൂടി, ജാഗ്രതയോടുകൂടി രാജ്യത്തെ ഓരോ പ്രവിശ്യയും അവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നേരിടാൻ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ ദുർബലമാണ്. രാഹുൽ ഗാന്ധി ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ചില പാഠങ്ങൾ ഉറക്ക വായിക്കുന്നതിനപ്പുറത്തേക്ക്, ആവേശത്തോടുകൂടി ചോർ ചോർ എന്നൊക്കെ വിളിക്കുന്നതിനപ്പുറത്തേക്ക് ജനഹൃദയങ്ങളെ കീഴടക്കാൻ കഴിയുന്നില്ല. കാരണം BJP അത്രയും തന്ത്രപരമായി കാര്യങ്ങൾ നീക്കുകയാണ്. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയവും BJPയിൽ വന്ന് ലയിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ബംഗാളിലെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാതെ അവർ പഞ്ചാബിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇനി BJPയുടെ
പഞ്ചാബ് യുദ്ധമായിരിക്കും രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരെ ത്രസിപ്പിക്കാൻ പോകുന്നത്.